എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും മന്ത്രജപത്തിൻ്റെ ഒരു അനുഭവം പറയാനാണ്. മന്ത്രജപം കൊണ്ട് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് എനർജി അകറ്റി നിർത്തിയതെന്ന് മലപ്പുറത്തു നിന്നുള്ളൊരു സഹോദരി ഷെയർ ചെയ്തൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മന്ത്രജപം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനയാണിത്. മന്ത്രജപ സാധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധന മന്ത്രജപം തന്നെയാണ്. മന്ത്രം ഒരേ മന്ത്രം തന്നെ 1,00,000 ഉരുവക്ക് ഉരുവിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓറയുണ്ട്. അതായത് നമ്മുടെ ചുറ്റും ഒരു കവചം, ഒരു എനർജി ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് തന്നെ നമുക്ക് കവചമായിട്ട് മാറും. നമ്മുടെ വീടുകളിൽ മന്ത്രജപം വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈലൊക്കെ അവൈലബിൾ ആണല്ലോ, വയ്ക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഓരോ ഒന്ന് ശുദ്ധി ചെയ്യപ്പെടും. ഇത് പലതവണ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല ഒരുപാട് ആചാര്യന്മാർ പറയുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാം. നിങ്ങളുടെ ഓരോ ശക്തിപ്പെടുത്തണമെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും ഒരു എനർജി ഫീൽഡ് സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ നാമം ജപിക്കുക. അത് ഒരേ നാമം തന്നെ ജപിക്കണം. നിങ്ങൾക്ക് ഏതൊരു ഭാവത്തോടാണോ, മൂർത്തി ഭാവത്തോടാണോ ചായ്വ്, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മന്ത്രം. അത് കണ്ടുപിടിക്കാൻ 2 മാർഗ്ഗമുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില ക്ഷേത്രത്തിൻ്റെ അടുത്തായിരിക്കും വന്ന് ജനിച്ചിട്ടുണ്ടാവുക. അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ട് പൂർവ്വജന്മത്ത് നമ്മൾ ഏത് ദേവിയാണോ അല്ലെങ്കിൽ ഏത് ദേവനെയാണോ ആരാധിച്ചിരുന്നത്, ആ ഒരു എനർജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അതാത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് ജനിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ദേവത. നമ്മുടെ അടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു ദേവതയെ അന്വേഷിച്ച് പോകേണ്ട. നമ്മൾ ആ ദേവീക്ഷേത്രത്തിൻ്റെ ഓറയ്ക്കുള്ളിലാണ്. ഓരോ ക്ഷേത്രങ്ങളും ഒരു ഊർജ്ജ മണ്ഡലം സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ ആ ഒരു മന്ത്രസിദ്ധി കിട്ടാനായിട്ട് ആ ഒരു ദേവതയെ തന്നെ ഉപാസിച്ചാൽ മതി. അതല്ല, നിങ്ങൾ ഏതൊരു ദേവത വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷേ ഒന്നറിയേണ്ടതുണ്ട്. അത് ഞാനൊരു മൈത്രി അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയാം. നമ്മൾ ഏതൊരു ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും ഹയർ ലെവലിൽ, ഇപ്പോൾ ശ്രീകൃഷ്ണനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ പരബ്രഹ്മമായിട്ട് ഗുരുവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ഒരു തരത്തിലായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് യശോദയുടെ ഭാവത്ത് നിന്ന് ജപിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു എനർജി ആ തരത്തിലായിരിക്കാം. നേരെ മറിച്ച് കൃഷ്ണനെ കാമുകനായിട്ട് കാണുന്ന രാധാകൃഷ്ണന്മാരെ ആ രീതിയിൽ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന എനർജിയും അത്തരത്തിലായിരിക്കും. നിങ്ങൾക്ക് ഏത് ഭാവത്തിൽ ജപിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അവബോധത്തോടു കൂടി ജപിക്കുക. ഞാനിത് പറയാൻ കാരണം എനിക്ക് ഒരു മൈത്രി അനുഭവം ഉണ്ടായി. ഒരു വീട്ടമ്മ, ചെറുപ്പക്കാരിയാണ്, അവർ ജോലിക്കാരിയാണ്. അവർ മൈത്രി ചെയ്യാൻ വന്നു. അവർക്ക് മൈത്രി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തത് ഇവർക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്ന് തോന്നി. അങ്ങനെ ഒരു തോട്ടാണ് വന്നത്. ആ ബന്ധം അത്ര നല്ലതല്ലല്ലോ, അവരുടെ ലൈഫിന് തന്നെ അത് മോശമാവുമെന്നൊരു തോട്ട് പോലെയാണ് എനിക്ക് പലപ്പോഴും കിട്ടാറ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ടാണ് വന്നത്. ഈ കുട്ടിയോട് ഇത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മൈത്രി കഴിയുമ്പോൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ എനിക്ക് ഈ കുട്ടിയോട് എങ്ങനെ ചോദിക്കാൻ പറ്റും? അത് വിവാഹം കഴിച്ച 2 കുട്ടികളുണ്ട്. ഇതിനോട് എങ്ങനെ എനിക്കത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ വിവാഹത്തെ പറ്റിയും കുട്ടികളെ പറ്റിയും ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷനെ പറ്റിയൊക്കെ ചോദിച്ച് വന്ന് ഞാൻ ചോദിച്ചു, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണല്ലോ കാണുന്നത് എന്ന്. എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ കുറേ ക്ലൂസ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് തന്നെ സംശയമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണ്? എനിക്ക് നേരിട്ടത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു കൃഷ്ണനാണ്. ഞാൻ പറഞ്ഞു, കൃഷ്ണനെ ഏത് രീതിയിലാണ് നിങ്ങൾ നാമം ചെയ്യിക്കുന്നത്? അപ്പോൾ രാധാസമേതനായിട്ടിരിക്കുന്ന കൃഷ്ണനായിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, രാധാസമേതനായിട്ടിരിക്കുന്ന കൃഷ്ണൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിഞ്ഞിട്ടാണോ ജപിക്കുന്നത്? രാധ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ തന്നെ ചൈതന്യം ഉടലെടുത്ത് വന്നതാണ്. രാധ കൃഷ്ണനെ അല്ല, കൃഷ്ണൻ്റെ ആ ഒരു ശരീരത്തുമായിട്ടല്ലായിരുന്നു രാധയ്ക്കുള്ള ബന്ധം. രാധ കൃഷ്ണനെ പരമാത്മാവായിട്ട് കണ്ട് ആ പരമാത്മാവിനെയാണ് രാധ സ്നേഹിച്ചിരുന്നത്. ഒരു പരമാത്മാവിനെ, ആ ദിവ്യ ചൈതന്യത്തെ. അത് ഗോപികമാരെല്ലാവരും അത് ഗോപികാഗീതത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണല്ലോ നീ എന്ന്. അപ്പോൾ ആ രാധാകൃഷ്ണ തത്വം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ
പറഞ്ഞെടുക്കുക. അല്ലാതെ 2 ശരീരങ്ങളായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ രാധാറാണി വളരെ അണിഞ്ഞൊരുങ്ങി ഭംഗിയുള്ള രാധാറാണി എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രേമത്തിൻ്റെ ആ ഒരു എനർജിയാണ് ഉള്ളതെങ്കിൽ അതേ എനർജി പലരെയും അട്രാക്റ്റ് ചെയ്യും. അത് അവരുടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നവരുടെയും കുഴപ്പമല്ല, കാരണം ആ തരത്തിലുള്ള എനർജിയാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത്. അവസാനം യഥാർത്ഥത്തിലുള്ള കൃഷ്ണനെ വിട്ടിട്ട് പരമാത്മ ചൈതന്യമായിട്ട് നിൽക്കുന്ന ആ പരബ്രഹ്മത്തെ വിട്ടിട്ട് ഇമ്മാതിരി അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ അതിലേക്ക് ചെന്നപ്പെട്ട് സ്വന്തം കുടുംബത്തിനെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ വരും. ഇങ്ങനത്തെ 2-3 കേസുകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു മൂർത്തിയെ ആരാധിക്കുന്നു എന്നുള്ള അറിയുന്നത്, നിങ്ങൾ ഏത് തത്വത്തെ ആരാധിക്കുന്നു എന്നുള്ളത് അറിയുന്നത് വളരെ പ്രധാനമാണ്. അവബോധത്തോടു കൂടി വേണം ചാൻറ്റിങ് പോലും ചെയ്യാൻ. നമുക്ക് ചാൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഗുരുവായിട്ട്, അതായത് പരബ്രഹ്മമായിട്ട് കൃഷ്ണനെ കണ്ട് ചാൻറ്റ് ചെയ്താൽ അതിൽ തന്നെ മോക്ഷം കിട്ടിപ്പോവും. അതല്ല കുറൂരമ്മയെ പോലെ സ്വന്തം ഉണ്ണിയായിട്ട് കണ്ട് അപ്പോഴും അവർക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ പരബ്രഹ്മമാണ്, ആ പരബ്രഹ്മം ഉണ്ണിയായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, എൻ്റെ വാത്സല്യഭാവം കണ്ടിട്ട് ആകർഷിക്കപ്പെട്ട് കൃഷ്ണൻ മടിയിൽ വന്നിരിക്കുകയാണ് കുറൂരമ്മയുടെ സ്നേഹം കൊണ്ടാണ് കുറൂരമ്മ കീഴ്പ്പെടുത്തിയത്, വാത്സല്യഭാവം കൊണ്ട്. രാധ കൃഷ്ണനെ അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണ് കൃഷ്ണനെ തന്നിലേക്ക് രാധ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ രാധയ്ക്ക് അപ്പോഴും അറിയാം ഇത് പരമാത്മാവാണ് എന്ന്. അപ്പോൾ കൃഷ്ണൻ എവിടെയൊക്കെ ആയിരുന്നു, ദ്വാരകയിലും ദൂരെയൊക്കെ ആയിരുന്നു കൃഷ്ണൻ. പക്ഷെ രാധ എപ്പോഴും കൃഷ്ണനെ തൻ്റെ ഉള്ളിൽ, അതായത് അവരുടെ ബന്ധം എന്ന് പറയുന്നത് ശരീരവുമായിട്ട് അല്ല, ശാരീരികമായിട്ടുള്ള ബന്ധമല്ല. അപ്പോൾ ഈ കുട്ടിയോട് ഞാനിത് എന്താ പറയുക, വളച്ച് ഒരു രീതിയിൽ പറഞ്ഞു കൊടുത്തു. കാരണം എനിക്ക് അത് അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാൻറ്റ് ചെയ്യുമ്പോൾ രാധ കൃഷ്ണനോട് എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം അത് അവരുടെയും ഒരു പക്ഷെ കുറ്റമായിരിക്കില്ല, കാരണം നിങ്ങളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി ആ തരത്തിലായതുകൊണ്ട് അങ്ങനത്തെയുള്ള എനർജി അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് പുറത്തറിഞ്ഞ് പ്രശ്നമാവുമോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രശ്നമാവും. നിങ്ങളുടെ കുടുംബം മറന്നിട്ട് കൃഷ്ണനോടുള്ള ഭക്തി ഈ ഒരു രീതിയിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണ് വെളിയിലൊരു കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ ഭർത്താവിൽ തന്നെ കൃഷ്ണനെ കാണാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് നല്ലത്, കുട്ടികൾക്ക് നല്ലത്. കുടുംബം നശിപ്പിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള, അത് ഭക്തിയല്ല, അത് വെറും അട്രാക്ഷൻ മാത്രമായിട്ട് പോവുകയാണ്. കൃഷ്ണൻ്റെ തത്വം അറിയാതെ നമ്മൾ ഇതൊക്കെ ചാൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഭാവമാണത്. രാധാകൃഷ്ണ സമേതനായിട്ട് നിൽക്കുന്ന കൃഷ്ണൻ എന്താണ്? നമ്മൾ ദേവി മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്, പാർവതി കൃഷ്ണനായിട്ടും ശിവൻ രാധയായിട്ടും വന്ന് ജനിച്ചു എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി മറിഞ്ഞ് വരാം. അപ്പോൾ അങ്ങനെയും ഒരു വേർഷൻ ഉണ്ട് ഇതിൽ. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ പരബ്രഹ്മമായിട്ട് ആരാധിക്കാം, മകനായിട്ട് ആരാധിക്കാം, രാധാകൃഷ്ണ സമേതനായിട്ട് ആരാധിക്കാം. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ആരാധിക്കുന്നത്? മോക്ഷത്തിലേക്കാണോ അതോ ഇതുപോലുള്ള കെട്ടുപാടുകളിലേക്ക് ചെന്ന് വീഴാനാണോ എന്നുള്ളത് കൂടെ അറിയാം. കാരണം മീര കൃഷ്ണനെ ആരാധിച്ചിരുന്നു, കൃഷ്ണൻ തന്നെയാണ് തൻ്റെ ഭർത്താവെന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ മീരയ്ക്ക് വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ല, കൃഷ്ണനിലാണ് ചെന്ന് ലയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപാസനാമൂർത്തിയെ എടുക്കാനും മന്ത്രം ജപിക്കാനും. പലപ്പോഴും ശിവൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ ഒരു വൈരാഗിയുടെ ഭാവം വരും. അപ്പോൾ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വൈരാഗിയുടെ ഭാവം വന്നാലും ബുദ്ധിമുട്ടാവും. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണമല്ലോ. ദേവിയുടെ മന്ത്രം ജപിക്കുമ്പോൾ, ലളിതാസുന്ദരിയുടെ മന്ത്രം ജപിക്കുമ്പോൾ നമുക്കൊരു അമ്മയുടെ ഭാവം വരിക. അപ്പോൾ ഏതൊരു മന്ത്രമാണോ നമ്മൾ ജപിക്കുന്നത് അതാത് മൂർത്തിയുടെ ഭാവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ഇത് അറിഞ്ഞിട്ട് വേണം മന്ത്രം ജപിക്കാൻ. അതുകൂടെ നിർബന്ധമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി കൃഷ്ണനെ മന്ത്രം ജപിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബാലഭാവത്തിൽ അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപമായിട്ട് ഗുരുവായിട്ട്, അർജുനൻ എങ്ങനെയാണോ കൃഷ്ണനെ കണ്ടത് യുദ്ധക്കളത്തിൽ, അങ്ങനെ പരമാത്മാവായിട്ട് കണ്ട് ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രജപത്തിന് അവബോധത്തോടു കൂടിയുള്ള മന്ത്രജപമാണ് നമുക്ക് ആവശ്യം. അതൊന്ന്. പിന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കുട്ടി എനിക്ക് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖം കാണിക്കാൻ ഇഷ്ടമില്ല. ഞാൻ അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. എനിക്കൊരു വോയിസ് ക്ലിപ്പാണ് ഇട്ട് തന്നത്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയെ പോലും അകറ്റി നിർത്താൻ നിത്യേനയുള്ള, ഒരു ദിവസം 2 ദിവസമല്ല, നിത്യവും സന്ധ്യ നേരത്ത് നാമം ജപിച്ചിരുന്നത് അതുകൊണ്ടാണ്.
നിത്യേനയുള്ള മന്ത്രജപത്തിന് ഒരു നെഗറ്റീവ് എനർജിയെ പോലും തടുത്തു നിർത്തുവാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നറിയുക. അപ്പോൾ മന്ത്രജപം, ധ്യാനമെല്ലാം അതിൻ്റെ അടുത്ത പടിയാണ്. മന്ത്രജപം കൊണ്ട് ശുദ്ധി വന്നതിന് ശേഷമാണ് ധ്യാനത്തിലിരിക്കേണ്ടത്. അത് ഓരോരോ പടികളായിട്ട് വേണം. അല്ലാതെ നമ്മൾ നേരെ വന്ന് LKG കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി MA ക്ലാസ്സിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ചാൻറ്റിംഗ് ഒക്കെ ചെയ്ത ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ധ്യാനം തന്നെ വന്നോളും. അല്ലാതെ മനസ്സ് ശുദ്ധമല്ലാതെ കർമ്മശുദ്ധി വരുത്താതെ, സേവ ചെയ്ത് കുറേ കർമ്മശുദ്ധി വരുത്താതെ, മന്ത്രജപം കൊണ്ട് മനോശുദ്ധി വരുത്താതെ, മനോനിയന്ത്രണം വരുത്താതെ നേരെ പോയിട്ട് കണ്ണടച്ചിരുന്ന ധ്യാനമാവില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ മന്ത്രജപത്തിൽ തുടങ്ങുക. അതിനുശേഷം പടിപടിയായിട്ട് ഈ ധ്യാനത്തിലേക്കൊക്കെ പോവാം. അതിന് വേണ്ട അറിവുകൾ ഗുരു പരമ്പര തന്നെ നമ്മളിലേക്ക് എത്തിച്ചോളും. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കും. നിങ്ങൾ കുറച്ച് പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരാണ്. സ്വന്തമായിട്ടുള്ള സാധനയും സ്വന്തമായിട്ടുള്ള കർമ്മവും സ്വന്തമായിട്ടുള്ള സേവയും സ്വന്തമായിട്ട് ശുദ്ധിയും വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ പൈസ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ മോക്ഷത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. കോമൺ സെൻസും കൂടെ വേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ മാതിരി സ്പിരിച്വാലിറ്റി. അവബോധം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത മേധാരൂപേണ സംസ്ഥിത എന്നൊക്കെ പറയും ദേവിയെ പറ്റി. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ബുദ്ധി, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമസ്തേ ദീപാജി, എൻ്റെ പേര് നീതു. ഞാൻ മലപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ദീപാജിയുടെ നാമജപത്തിൻ്റെ കുറിച്ച് ദീപാജി ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട ശേഷം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ദീപാജിയായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അത് ഞങ്ങൾ ഇവിടെ വീട് വെച്ച സമയത്ത്, എൻ്റെ വീടിനടുത്തായിട്ടാണ് വീട് വെച്ചത്. ആ സമയത്ത് ഞങ്ങളിവിടെ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയം മുതൽ ഹസ്ബൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ അല്ല, എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ എറണാകുളത്ത് ആളുടെ ഓഫീസിലിരിക്കുമ്പോഴോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴോ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴോ ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് രാത്രിയാവുമ്പോൾ സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക. മിക്കവാറും സന്ധ്യയ്ക്ക് ശേഷമാണ് ഉണ്ടാവാറുള്ളത്. ഒരു സന്ധ്യയോട് കൂടിയിട്ട് ഭയങ്കര ചുമ വരും. ചുമ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ ചുമച്ച് വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ ചുവക്കുന്ന ഒരവസ്ഥ, സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ. ആദ്യമായിട്ട് ഈ ചുമയുണ്ടായത് ഒരു ദിവസം ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോഴേ ഞാൻ കരുതി ഞങ്ങൾ ഈ തീരദേശം ആയിട്ട് അടുത്താണുള്ളത്. അപ്പം ഇനി ഇവിടുത്തെ അവരാണെങ്കിൽ ചേളാരി കുറച്ച് ഉയർന്ന പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഈ കാലാവസ്ഥ പറ്റയുടെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങനെയാവും, അലർജി ആവും എന്നൊക്കെ കരുതി ഡോക്ടറെയൊക്കെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ, ഇവരെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. പിന്നെ പല ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയി. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഇതുമില്ല കേട്ടോ. അവരുടെ അടുത്തൊക്കെ പോകുമ്പോഴൊന്നും കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുക. ഒരുപാട് വഴിപാടുകളും ഒക്കെ ചെയ്തു. ഈ ഒരു അവസ്ഥ, രാത്രി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് കരുതുന്ന സമയത്ത് അത് പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഭയങ്കര ഭീകരമാണല്ലോ. അങ്ങനെ പക്ഷേ ഞങ്ങളിവിടെ വീട് വയ്ക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് തന്നെ എൻ്റെ വീട്ടിനടുത്ത്, ഞാനൊരു ദിവസം ഇവിടെ നനയ്ക്കാൻ വന്ന സമയത്ത് വീട്ടിനടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ജ്യോത്സ്യൻ്റെ അടുത്തൊക്കെ പോയ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ വീട് വയ്ക്കുന്ന ഈ പറമ്പിൽ 2 പ്രേതാത്മാക്കളുണ്ട്. അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടാത്തത് കൊണ്ട്, മുക്തി കിട്ടാത്തത് കൊണ്ട് അവരിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ അവർ പൈശാചികമായിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ വീട്ടിൽ പോയി അച്ഛനോടും ഹസ്ബൻഡിനോടും ഒക്കെ പറഞ്ഞു. പക്ഷെ ആരും അന്നതിന് അത്ര വിലയൊന്നും തന്നില്ല. എൻ്റെ ഒരു വട്ടത്തരായിട്ടൊക്കെ കരുതി ഞാൻ
പിന്നെ എന്താ പറയുക, അന്ന് ഇതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്ന് ഞാൻ കുറേ കരയൊക്കെ ചെയ്തു. ആ സമയത്ത് ഞാനിങ്ങനെ നാമം ജപിച്ച് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താ ചെയ്യുക ഭഗവാനെ, എങ്ങനെ അവിടെ താമസിക്കാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഉള്ളിലത് ഭയങ്കര ഭീതിയായി അത് കേട്ടപ്പോൾ തന്നെ. അങ്ങനെ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ, പക്ഷെ ഞാൻ ഭഗവാനോട് മനസ്സിലാണല്ലോ പറയുന്നത്, അച്ഛനറിയില്ല ഞാനിപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത് എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ പറയുകയാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറയുന്നവർ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഭഗവാൻ എന്നോട് പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ എന്താ വരട്ടെ, ഭഗവാന്റെ നിശ്ചയം പോലെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതിനെ അങ്ങോട്ട് വിട്ടു. പിന്നെ ഞങ്ങൾ പാല് കാച്ചുന്ന സമയമാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ പാല് കാച്ചുന്ന സമയത്ത് വിളക്കിങ്ങനെ നമ്മൾ നിലവിളക്കും കൊണ്ട് ഇങ്ങനെ കയറുന്ന സമയത്തൊക്കെ അണഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളിവിടെ കയറിയ ഉടനെയൊക്കെ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാനും നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് കാറ്റ് വന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് അണയുമായിരുന്നു. പിന്നെ ഇങ്ങനെ കത്തിച്ചിട്ടാണ് നിൽക്കുക. ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം രാവിലെ അധികം വിഷ്ണു സഹസ്രനാമം, വൈകുന്നേരം ലളിതാ സഹസ്രനാമം അങ്ങനെയൊക്കെ വായിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് തന്നെ, ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടില്ല, കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല, എൻ്റെ അമ്മ വരാറുണ്ട്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ല, ഇവർക്കാണ് ഈ പ്രയാസം മുഴുവൻ. അങ്ങനെ ഒരു ദിവസം ഇവരെ തറവാട്ടിൽ ഉത്സവം ഉണ്ടായ സമയത്ത് അന്ന് രാത്രി നേരത്തെ ഉത്സവത്തിലേക്ക് പോകണം. അവിടെ അമ്മ ഭദ്രകാളി ദേവിയാണ്, കൊടുങ്ങല്ലൂർ അമ്മയാണ്. അപ്പം പോവാമെന്നൊക്കെ കരുതി നേരത്തെ കിടന്നതാണ്. പക്ഷേ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അന്ന് 4 മണി വരെ ചുമച്ചിരുന്നു. ചുമക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവർ വീട്ടിൽ അവിടെ അമ്പലത്തിൽ പോയ സമയത്ത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങളുടെ തറവാട്ടിൽ തന്നെയുള്ള ഒരു വേദമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു തന്ത്രിയായിട്ടുള്ള ഒരാളുണ്ട്, ഉണ്ണിയേട്ടൻ എന്ന് പറയും. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ ജപിക്കാൻ വേണ്ടിയിട്ട്, ചരട് ജപിക്കാൻ വേണ്ടി അമ്മേൻ്റെ എടുത്തു പോയി. അപ്പം അത് കഴിഞ്ഞ് ചരടും കൊണ്ട് വരുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഹസ്ബൻഡിനെ കുട്ടാന്ന് വിളിക്കുക, കുട്ടാ അവിടെ ഇങ്ങനെ 2 വേർപാട് കഴിയാത്ത ആത്മാക്കളുണ്ട്, നമുക്കതിന് വേണ്ടത് ചെയ്യാം, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ നിന്നു. പിന്നെ ഞാനിങ്ങനെ ഇത് ചെയ്യണം, അപ്പോൾ എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല, സംഭവമൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോവാറുണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വിഷ്ണുവിൻ്റെ അമ്പലമാണ്. അപ്പം ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനോട് ഇങ്ങനെ ബുദ്ധിമുട്ട്. പിന്നെ ആദ്യമൊക്കെ ഇവിടെ വീട്ടിൽ ആവുമ്പോൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പ്രയാസം. പക്ഷെ പിന്നെ ആൾ എറണാകുളത്ത് പോകുമ്പോൾ അവിടെ നിന്നും ഇത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ സമയത്ത് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ, ഉറക്കത്തിനൊരു ഡിസ്റ്റർബൻസ്, ചുമയും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, അങ്ങനെയായി. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടോ, ബ്രഹ്മരക്ഷസിൻ്റെ ദോഷമാവും എന്നൊക്കെ ജ്യോത്സ്യന്മാർ പറഞ്ഞപ്പോൾ അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തു. പിന്നെ ഒരു മനയിൽ പോയിട്ട് ഒരു നെയ്ക്കിണ്ടി സമർപ്പണം, അങ്ങനെ പലതും വഴിപാടുകളായിട്ടും ക്ഷേത്രങ്ങളിലും അങ്ങനെ പലതും ചെയ്തു. പിന്നെ അങ്ങനെ ഈ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വേറൊരു അമ്മ വന്നു. അപ്പോൾ ആ അമ്മ തിരുമേനിയോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയോ അവർ. അപ്പോൾ അതിൽ പെട്ടെന്ന് തിരുമേനി പറയാണ്, അതിന് പ്രേതം ബാധേൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സുദർശനവുമാണല്ലോ നടത്തുക, അത് വേഗം നടത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഭഗവാനോട് ഇത് തന്നെയാണ്, പക്ഷെ ഞാനും പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കത് ഭഗവാൻ പറഞ്ഞ പോലെ തോന്നി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് അന്ന് വന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് എറണാകുളത്തായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർക്ക് എന്തൊക്കെയോ സ്വപ്ന ദർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേഗം തന്നെ സുദർശനഹോമം നടത്തണമെന്ന്. അങ്ങനെ പിന്നെ ഉണ്ണിയേട്ടനെ വിളിച്ചു. ഉണ്ണിയേട്ടൻ വന്നു. ആ പൂജയൊക്കെ ഞങ്ങൾ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് വന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞത്
നാമജപം കൊണ്ടൊക്കെയാണ് പിടിച്ചു നിന്നത് എന്നാണ്. പിന്നെ ഞങ്ങൾ അത് ഈ തർപ്പണം ഈ ആവാഹനമൊക്കെ ചെയ്തിട്ട് ഇവിടെയുള്ള തിരുനാവായയിലാണ് ഒഴുക്കുക. അപ്പോൾ അത് ഒഴുക്കാൻ വേണ്ടി പോയ സമയത്തും ഉണ്ടായൊരനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ ഈ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് ബലിതർപ്പണത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മുൻപായിട്ട് ഈ ആവാഹനമൊക്കെ ഉള്ള ഒരാളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ അവിടെ ചെയ്യുന്ന ആ കർമ്മി പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്താണെന്ന് വെച്ചാൽ ഈ ആത്മാവിനോട് ആ വൃക്ഷത്തിലേക്ക് തന്നെ, ആ ശ്മശാനത്തിലേക്ക് തന്നെ പോകണം എന്നൊക്കെ. അപ്പോൾ മനസ്സിൽ ശരിക്കും ഞാനും ഹസ്ബൻഡും അപ്പോഴങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ ഇവരെ അടക്കം ചെയ്തത് ഈ ഭൂമിയിൽ തന്നെയല്ലേ. അപ്പോൾ പിന്നെ അതായത് എൻ്റെ അച്ഛമ്മയുടെയും അമ്മായിയുടെയും ആത്മാക്കളാണ് കേട്ടോ അത്. അവർ രണ്ടുപേരും സൂയിസൈഡ് ചെയ്തതായിരുന്നു. ഒരാൾക്ക് ക്ഷയമായിരുന്നു. ആ ബുദ്ധിമുട്ടാണ് ഹസ്ബൻഡിന് വന്നുകൊണ്ടിരുന്നത്. രാത്രിയിൽ ചുമ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരുപാട് മരുന്നൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ആ കാലത്ത് 10-60 വർഷം മുൻപാണ്. ഡോക്ടേഴ്സിനെയും ഒക്കെ കാണിച്ചു. മരുന്ന് കഴിക്കും, പിന്നെ അത് കുറച്ച് ആശ്വാസമാവും, പിന്നെയും വരും. അങ്ങനെയായിട്ട് അവസാനം അത് സൂയിസൈഡ് ചെയ്തതാണ്. അതും ഒരു അർദ്ധരാത്രിയാണെന്നാണ്. ഞങ്ങളുടെ പുറകിൽ കടലുണ്ട്, കുറച്ച് ദൂരം നടന്നാൽ മതി, ഒരു 100-200 മീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ പോയി ആൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു അമ്മായിയും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ആത്മാക്കളാണ് അന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇവരെ ഇവിടെയാണല്ലോ അടക്കം ചെയ്തത്, ഇനിയിപ്പോൾ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞങ്ങളെ വിളിച്ച സമയത്ത് അങ്ങനെയല്ല, ആ പരികർമ്മി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഭഗവാന്റെ വാഹനം വരുന്നതും അവർ ആ വാഹനത്തിൽ കയറിയിട്ട് പോകുന്നതും ഒക്കെ സങ്കല്പിച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു മാർഗത്തിലേക്ക് പോകാനുള്ള ഒരു തടസ്സം നീങ്ങിയെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ബുദ്ധിമുട്ടിച്ചത്. ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു, പിന്നെയാണ് അവർ നമ്മളത് ചെയ്യണില്ല എന്ന് തോന്നിയപ്പോഴാണ് അങ്ങേയറ്റം ബുദ്ധിമുട്ട്. ആ സമയത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഹസ്ബൻഡും ഞാനും ഒക്കെ കാണുമായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങൾ. നമുക്കിങ്ങനെ ഓരോ സൂചന തരുന്ന പോലെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നാമജപം ഒക്കെ ആയിരിക്കും. ദിവസവും ഇങ്ങനെ വിഷ്ണു സഹസ്രനാമവും പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ആത്മാക്കൾക്കാണെങ്കിൽ പോലും നമ്മൾ പറയുമല്ലോ, ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ദുന്ദുഭിയുടെ ആത്മാവൊക്കെ മോക്ഷം ലഭിച്ചു പോയത് ഭഗവത് നാമസങ്കീർത്തനം കേട്ടിട്ടാണെന്ന്. ആയിരിക്കുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. ആ നാമജപമാണ് ഞങ്ങൾക്ക് രക്ഷയായതെന്ന് ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമസ്തേ. ഇതിൽ നീതു പറഞ്ഞ ദുന്ദുഭിയുടെ കഥ, ദുന്ദുകാരി അഥവാ ദുന്ദുഭി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കഥ ഭാഗവതത്തിൽ നിന്നുള്ളതാണ്. ആത്മദേവ് എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു ഋഷിയെ അഭയം പ്രാപിച്ച് അദ്ദേഹം ഒരു ഫലം അദ്ദേഹത്തിന് നൽകി, ഒരു ഫ്രൂട്ട്. ഇത് കൊണ്ടുപോയി നിൻ്റെ പത്നിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ആത്മദേവിൻ്റെ ഭാര്യയ്ക്ക് അത് സമ്മതമായിരുന്നില്ല. അവർ പ്രസവിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവർ ഭർത്താവ് അറിയാതെ തൻ്റെ അനിയത്തി, ഗർഭിണിയായിരുന്ന അനിയത്തിയോട് ആ കുഞ്ഞിനെ തനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അവർ ആ ഋഷി കൊടുത്ത ആ ഒരു ഫലം തൻ്റെ വീട്ടിലുള്ള ഒരു പശുവിന് കൊടുക്കുകയും ചെയ്തു. അവർക്കതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പശു ക്രമേണ ഗർഭം ധരിക്കുകയും ഗോകർണൻ എന്നു പേരായ ഒരു കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്തു. ഒരു മനുഷ്യക്കുഞ്ഞിന് ആ പശുവും ജന്മം നൽകി. സ്വന്തം ഭർത്താവ് അറിയാതെ അനിയത്തിയുടെ കുഞ്ഞിനെ വാങ്ങി, ഗർഭിണിയാണ് എന്നൊക്കെ നടിച്ച് അവർ 10 മാസം കഴിച്ചുകൂട്ടി. അതിനുശേഷം തൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനെ വാങ്ങി വളർത്തുകയും ചെയ്തു. കർമ്മഫലം എന്ന് പറയട്ടെ, ആ മുനിയുടെ അനുഗ്രഹത്തോടു കൂടി ജനിച്ച ആ ഗോകർണൻ എന്ന കുഞ്ഞ് വളരെ ധർമ്മനിഷ്ഠനും, അദ്ദേഹത്തിൻ്റെ ചെവികൾ രണ്ടും പശുവിൻ്റേതുപോലെയായിരുന്നു. കുട്ടിയിൽ ജനിച്ചതുകൊണ്ട് ചെവികൾ രണ്ടും പശുവിൻ്റേതുപോലെയായിരുന്നു. പക്ഷേ വളരെയധികം ഭക്തിയും ഭഗവാനിൽ ശ്രദ്ധയുമുള്ള ഒരു കുഞ്ഞായിട്ട് വളർന്നു വന്നു. എന്നാൽ ദുന്ദുകാരി എന്ന് പറയുന്ന ആ കുഞ്ഞ് എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ ഇതിൻ്റെ ദുർഗുണങ്ങൾ കണ്ട് ആത്മദേവ് വളരെയധികം വ്യസനിക്കുകയും അദ്ദേഹം ഭക്തിമാർഗത്തിൽ
സഞ്ചരിക്കുവാൻ വേണ്ടി വീട് വിട്ടു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഗോകർണൻ തൻ്റെ ആത്മതത്വമന്വേഷിച്ച് അദ്ദേഹവും ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. എല്ലാവിധ ദുർഗുണങ്ങളുമുള്ള ഈ ദുന്ദുകാരി വളർന്നു വന്നപ്പോൾ അമ്മയെയും ഉപദ്രവിച്ചു. അങ്ങനെ അമ്മ മരിക്കുകയും ചെയ്തു. തൻ്റെ കർമ്മഫലമായിട്ടാണ് അമ്മയ്ക്ക് ആ ഒരു ദുർഗതി വന്നത്. അതോടുകൂടി ഈ ദുന്ദുകാരി 5 വേശ്യാസ്ത്രീകളെ തൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. അവർക്ക് പണം നൽകുന്നതിനും വസ്ത്രങ്ങളെല്ലാം നൽകുന്നതിനു വേണ്ടി മോഷണം ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ ഈ വേശ്യാസ്ത്രീകൾ കൂടുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ടപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തി. ഇതറിഞ്ഞ ആ സ്ത്രീകൾ തങ്ങൾക്ക് അതിൻ്റെ കുറ്റം വരുമോ എന്ന് ഭയന്ന് രാത്രി ദുന്ദുകാരിയെ കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ ദുന്ദുകാരി ഒരു പ്രേതമായി മാറി. കാരണം ചെയ്ത പാപങ്ങളുടെയും ഈ ദുർമരണത്തിൻ്റെയും ഫലമായിട്ട് ദുന്ദുകാരി ഒരു പ്രേതമായിട്ട് മാറി. ആ പ്രേതത്തിന് മോക്ഷം ലഭിക്കാതെ അലഞ്ഞു തിരിയുകയും നരകയാതന അനുഭവിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരൻ്റെ ദുർവിധി അറിഞ്ഞ ഗോകർണൻ ഗയയിൽ പോയി സഹോദരന് വേണ്ടി ബലിയിട്ടു. അങ്ങനെ ആത്മശാന്തി ലഭിച്ചു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ദുന്ദുഭി തൻ്റെ സഹോദരൻ്റെ സ്വപ്നത്തിൽ രാത്രി പ്രത്യക്ഷപ്പെടുകയും തനിക്ക് മോക്ഷം ലഭിച്ചിട്ടില്ലെന്നും തൻ്റെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് താനിപ്പോഴും പ്രേതാത്മാവായിട്ട് അലഞ്ഞു തിരികുകയാണെന്നും അറിയിച്ചു. തൻ്റെ സഹോദരൻ്റെ ദുർഗതി അറിഞ്ഞ ഗോകർണൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. സൂര്യഭഗവാൻ അദ്ദേഹത്തോട് ഭാഗവത സപ്താഹമായിട്ട് നടത്താൻ, അതായത് നമ്മൾ പരീക്ഷിത് രാജാവിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടില്ലേ, ഭാഗവത സപ്താഹം കേട്ട് മോക്ഷമടഞ്ഞ്, ആ ഭാഗവത സപ്താഹം നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഭാഗവത സപ്താഹം നടത്തി. അപ്പോൾ അവിടെ ഒരു മുളയിൽ തൻ്റെ സഹോദരനോട് അവിടെ ഇരുന്ന് കേൾക്കുവാൻ പറഞ്ഞു. ആ മുളയിലാണ് പ്രവേശിച്ച് ദുന്ദുഭിക്ക് ശരീരമില്ലാത്തതുകൊണ്ട് ആ മുളയുടെ സഹായത്തോടു കൂടി അവിടെ ഇരുന്ന് ആ ഭാഗവതം മുഴുവൻ കേട്ടു. 7 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ആ മുളയുടെ ഒരു ജോയിൻറ്റ്, ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോ ജോയിൻറ്റുകൾ ഉണ്ടാവുമല്ലോ മുളയിൽ, അങ്ങനെ 7 ജോയിൻറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ജോയിൻ്റായിട്ട് ഓരോ ദിവസം പൊട്ടുകയും 7ാമത്തെ ദിവസം ആ മുള മുഴുവനും പൊട്ടി തകരുകയും ദുന്ദുഭിയെ ഭാഗവതത്തിൻ്റെ ആ ഒരു ശ്രദ്ധയോടു കൂടി കേട്ടതിൻ്റെ പുണ്യം കൊണ്ട് ഭഗവാന്റെ അനുചരന്മാർ വന്ന് സ്വർഗത്തിലേക്ക്, വിഷ്ണു ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് വിശദമായിട്ട് ഭാഗവതത്തിലുണ്ട്. അപ്പോൾ അത്ര വലിയ പാപിയായിട്ടുള്ള ഒരു പ്രേതാത്മാവിന് പോലും മോക്ഷം കൊടുക്കുവാനായിട്ട് ഭാഗവത പാരായണത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കഥ. ഭാഗവത പാരായണത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും നാമജപത്തിൻ്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഈ കഥയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.